ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ കാണിക്കുന്നതേ മീൻ വറുത്തതൊന്നും അല്ല കേട്ടോ, ചക്കക്കുരു ഫ്രൈ ആക്കിയതാണ്. ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ആയി നിൽക്കുന്നുണ്ട്, എല്ലാവരുടെയും ചക്കക്കുരു സ്റ്റോക്ക് കാണേ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഫ്രൈ ഉണ്ടാക്കാം. മീനൊന്നും കിട്ടാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. മീൻ വറുത്ത് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ചക്കക്കുരു ഒക്കെ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് എന്നാന്ന് വെച്ചാൽ ഈ ചീള് പോലെ അരിയുക എന്ന് പറയില്ലേ, അതുപോലെ ചെറിയ കഷ്ണങ്ങളായി ഒരേ വലിപ്പത്തിൽ അരിയണേ. അതിലേക്ക് കാശ്മീരി ചില്ലി, മസാലപ്പൊടി, പെരുംജീരകപ്പൊടി, പിന്നെ ഒരൽപ്പം കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരൽപ്പം നാരങ്ങ നീര്, ഇത്രയും ഒഴിച്ച് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് നല്ലപോലെ തിരുമി ഇളക്കി യോജിപ്പിക്കണേ. നാരങ്ങാനീര് ഒഴിക്കുമ്പോൾ കുരു വീഴാതെ നോക്കണേ. അപ്പോൾ അതിൻ്റെ അകത്ത് കുരു വീണ് അതൊക്കെ ഞാൻ പറക്കി കളഞ്ഞു. ഇനിയിപ്പോൾ നല്ലപോലെ തിരുമി ഒരു 5 മിനിറ്റ് അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആ ഗ്രേവിയൊക്കെ എന്താ പറയുക, ആ പേസ്റ്റൊക്കെ അതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടി. പിന്നെ ഒട്ടും വെള്ളമയം ഇല്ലാതെ വേണേ, വെള്ളമൊന്നും ഒഴിക്കരുത്. ആ ചക്കക്കുരുവിനൊരു നനവുണ്ടല്ലോ, ആ നനവിൽ തന്നെ അതൊന്ന് തിരുമി പിടിപ്പിച്ചാൽ മതി. എന്നിട്ടൊരു 5 മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. അപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്കതൊന്ന് ഫ്രൈ ആക്കാവേ. ചീനച്ചട്ടിയുടെ കോലം കണ്ടൊന്നും വിചാരിക്കേണ്ട. ഇതിപ്പോൾ ഞാൻ ഒത്തിരി നാളായിട്ട് കൂടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതുമല്ല അയൺടെ ആകുമ്പോൾ ഇങ്ങനെ ഉള്ള എല്ലാം ഇരിക്കത്തുള്ളൂ, അതുകൊണ്ട് അപ്പോൾ അത് കണ്ടാലും തെറ്റിദ്ധരിക്കില്ല. അപ്പോൾ അതിലേക്ക് നല്ലപോലെ എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ ചക്കക്കുരു അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി അതൊന്ന് മറിച്ചും തിരിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണേ. മീഡിയം ഫ്ലെയിമിലിട്ടേ ഉള്ളൂ ഇത്, ഒത്തിരി ലോ ഫ്ലെയിം വേണ്ട, മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് വേവിക്കുക. അപ്പോൾ ഒന്ന് അടച്ച് വെക്കുമ്പോൾ അത് പെട്ടെന്ന് ചെറിയൊരു വേവുണ്ടല്ലോ, അപ്പോൾ ഒന്ന് വെന്തും കിട്ടും, നല്ലപോലെ ഒന്ന് ഫ്രൈ ആയും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അടച്ച് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കോരിയെടുക്കാവേ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് എന്താ പറയുക, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി തിന്നാത്തവരായിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം ഇതുണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മുടെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു കറിയാണെന്ന് വേണമെങ്കിൽ പറയാം. മീൻ വറുത്തതിനൊക്കെ ചില സ്കൂളിലൊന്നും മീൻ അലൗഡല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കി കൊടുത്താൽ ചോറിനാനൊക്കെ ഭയങ്കര നല്ല ടേസ്റ്റാണ്. കാരണം മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ മസാല ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യും. ഞാനിപ്പം ഇത്രയും മസാലയുള്ള ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുണ്ടാക്കി കഴിക്കാത്തവരൊന്നും ഉണ്ടാക്കി കഴിക്കണേ. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് എന്താ പറയുക, പച്ച കരിയാപ്പിലയൊക്കെ ഊഴിയിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിക്കാൻ നേരത്ത് എടുക്കുമ്പോൾ ആ കരിയാപ്പിലയുടെ സ്മെല്ലൊക്കെ ആയിട്ട് ഭയങ്കര ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.